എല്ലാവർക്കും നമസ്കാരം. ആത്മീയം ജഗന്നാഥനിലൂടെ മുരുകൻ്റെ ശബ്ദം എന്ന ചാനലിലേക്ക് സ്വാഗതം. പഴനിമലയും 18 സിദ്ധന്മാരും സീരീസ് തുടരുകയാണ്. ഈ വീഡിയോയിൽ വാൽമീകി മഹർഷിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ വാൽമീകർ സിദ്ധർ എന്ന പേരും അദ്ദേഹത്തിനുണ്ട്. സിദ്ധ വാൽമീകരുടെ ജന്മനക്ഷത്രം അനിഴമാണ്. തമിഴ് കലണ്ടറിലെ 6ാമത്തെ മാസമായ പുരട്ടാശി മലയാള മാസം കന്നിയുമായി ഏകദേശം ഒത്തുപോകുന്നു. ഈ മാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വാൽമീകി രാമായണം രചിച്ച വാൽമീകിയും തെക്കേ ഇന്ത്യയിലെ സിദ്ധ വാൽമീകറും വ്യത്യസ്തരാണെന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും സിദ്ധഭോഗർ തൻ്റെ ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ ഇവർ ഒരാളും ഒരേ വ്യക്തിയുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് വാൽമീകർ എന്നത് വാൽമീകി രാമായണം രചിച്ച സിദ്ധൻ്റെ നാമമാണ്. പദ്യം 5834 പരാമർശിക്കുന്നു. തമിഴ് വ്യാകരണത്തിൽ ചില സാഹചര്യങ്ങളിൽ ലയവും നയും പരസ്പരം മാറി വരാമെന്നതും അതിന് ആധാരമാകുന്നു. 5835 പദ്യത്തിൽ ഭോഗർ പറയുന്നത് വാൽമീകറിൻ്റെ ആയുസ് 700-ലധികമാണെന്നും അദ്ദേഹം തമിഴ് ഭാഷയിൽ പ്രഗത്ഭനായ പണ്ഡിതനാണെന്നും ആണ്. അദ്ദേഹത്തിൻ്റെ സമാധിയെക്കുറിച്ചും പരാമർശമുണ്ട്. സിദ്ധ വാൽമീകറിൻ്റെ സമാധി തമിഴ്നാട്ടിലെ എട്ടുകുടിയിലാണ്. ഐതിഹ്യമനുസരിച്ച് വാൽമീകർ തിരുവാൻമിയൂർ എന്ന സ്ഥലത്ത് മരുന്തീശ്വരർ ഔഷധങ്ങളുടെ നാഥൻ എന്ന നാമത്തിൽ ഒരു ശിവക്ഷേത്രം സ്ഥാപിച്ചു. ആ ശിവക്ഷേത്ര പരിസരം അദ്ദേഹം രോഗികളെ ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചെന്നൈയിലെ തിരുവാൻമിയൂരിൽ ECR ബസ് സ്റ്റോപ്പിന് എതിർവശത്ത് റോഡിൻ്റെ നടുവിലായി സിദ്ധ വാൽമീകരുടെ ഒരു ക്ഷേത്രവും ഇന്നും കാണാം. വാൽമീകർ അഥവാ വാൽമീകി നാരദമുനിയിൽ നിന്നുള്ള ആത്മജ്ഞാനം ലഭിച്ച ശേഷമാണ് രാമായണം രചിച്ചതെന്ന് പറയപ്പെടുന്നു. ആദ്യം കാട്ടിൽ യാത്രക്കാരെ കൊള്ളയടിച്ചിരുന്ന ഒരു കള്ളനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ സപ്തർഷികൾ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയപ്പോൾ വാൽമീകി അവരെ തടഞ്ഞ് സമ്പത്ത് ആവശ്യപ്പെട്ടു. അവർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്തപ്പോൾ വാൽമീകിക്ക് തൻ്റെ തെറ്റ് ബോധ്യമായി. ആഴത്തിലുള്ള പശ്ചാത്താപത്തോടെ ക്ഷമ ചോദിച്ച അദ്ദേഹം യഥാർത്ഥ നാമം ഉച്ചരിക്കാൻ അർഹനല്ലെന്ന് കരുതി രാമമന്ത്രത്തിൻ്റെ വിപരീതമായ മര ജപിക്കാൻ ഉപദേശം ലഭിച്ചു. ഇടവിടാതെ ജപിച്ചതോടെ രാമരാമയായി മാറി. ദീർഘകാലം അദ്ദേഹം തപസ്സിലിരുന്നു. അത്രയും നീണ്ടകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു ചിതൽപുറ്റ് രൂപപ്പെട്ടു. ആ ചിതൽപുറ്റിൽ നിന്നുള്ള പുതുജന്മം കൊണ്ടാണ് വാൽമീകി എന്ന പേര് ലഭിച്ചത്. ഒരിക്കൽ പ്രണയലീലയിൽ ഏർപ്പെട്ടിരുന്ന ക്രൗഞ്ച പക്ഷികളുടെ ഒരു ജോഡിയിൽ ഒരാളെ ഒരു വേട്ടക്കാരൻ കൊന്നത് വാൽമീകി കണ്ടു. ആ വേദനയിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സ്വാഭാവികമായും അനുഷ്ടുപ് എന്ന പുതിയ ഛന്ദസ്സിലുള്ള ഒരു ശാപവാക്യം കവിതയായി പുറപ്പെട്ടു. നാരദമുനി അതേ ഛന്ദസ്സിൽ രാമായണം രചിക്കാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങനെ വാൽമീകി ആദികവി അഥവാ ആദ്യകവി എന്നറിയപ്പെട്ടു. ഇപ്പോൾ സുധിരജ്ഞാനം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള സിദ്ധ വാൽമീകരുടെ ചില തമിഴ് പദ്യങ്ങൾ നോക്കാം. ഈ ദീപ്തമായ പാട്ടിൽ വാൽമീകർ സിദ്ധർ ശിവഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് പരമസത്യം വെളിപ്പെടുത്തുന്നു. അദ്ദേഹം ശബ്ദം, ആദിനാദസ്പന്ദനം, സൃഷ്ടിയുടെ ബിന്ദു എന്നതിനെ വിവരിക്കുന്നു. ശബ്ദം കഴിഞ്ഞാണ് രൂപം, ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നു. അവസാന വരി ശ്വാസത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ അന്വേഷകനെ പ്രചോദിപ്പിക്കുന്നു. ഈ പാട്ട് ഒരു ആത്മീയ ഇടിമുഴക്കമാണ്. തമിഴ് പദ്യം മലയാളത്തിൽ വിവർത്തിക്കുന്നത് ഇപ്രകാരമാണ്: ശിവഭഗവാൻ മഹാന്ധകാരമായ വിശാല ആകാശമായി നിലകൊള്ളുന്ന പരിശുദ്ധ പാദങ്ങൾക്ക് വന്ദനം. ആദിനാഥമായ ശബ്ദത്തെ ഞാൻ വിശദീകരിക്കുന്നു. അദൃശ്യവും ദൃശ്യവുമായതെല്ലാം ആ ശബ്ദമാണ്. ആരംഭവും അവസാനവും ബ്രഹ്മാണ്ടവും ശരീരവും അതാണ് സൂര്യനും ചന്ദ്രനുമായി നിലകൊള്ളുന്ന ദൈവരൂപം. അത് ശിവശക്തിയുടെ വിഷ്ണു ഭഗവാന്റെ രൂപവുമാണ്. ശിവശക്തിയുടെ പ്രതിബിംബമാണ് ആ രൂപം. വരുന്നതിലും പോകുന്നതിലും ശ്വാസത്തിൽ മനസ്സിൽ കേന്ദ്രീകരിച്ചു. സിദ്ധർ വാൽമീകർ പ്രാണവും നാഡികളും സംബന്ധിച്ച യോഗോപദേശങ്ങൾ നൽകുന്നു. അതിപ്രകാരമാണ് പറയുന്നത്: വന്നതും പോയതും തന്നെയാണ് ശ്വാസം. ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും പോലും ശ്വാസമാണ്. മനസ്സ് സുതാര്യമായവനാണ് സിദ്ധൻ. ലോകം മുഴുവൻ ശിവഭഗവാനാണെന്ന് കാണുന്നവനാണ് സിദ്ധൻ. സ്ഥൂല ശരീരം നന്ദിയാണ്. കണ്ണ്, മൂക്ക്, ചെവി, നാവ് ഇവ 4 മുഖ ബ്രഹ്മാവാണ്. ഗണപതി ഭഗവാൻ ശിവശക്തി ഈ ദിവ്യ ശ്വാസമാണ്. സൂര്യനും ചന്ദ്രനും മാതാവും പിതാവുമാണെന്ന് അറിഞ്ഞുകൊള്ളൂ. അവസാനമായി സിദ്ധ വാൽമീകർ നേരിട്ടുള്ള യോഗമാർഗ നിർദ്ദേശങ്ങൾ നൽകുന്നു.
പൂരകം ചര്യാമാർഗമാണ്, കുംഭകം ക്രിയാമാർഗമാണ്, രേചകം യോഗമാർഗമാണ്, അചഞ്ചലമായി നിലകൊള്ളുന്നത് ജ്ഞാനമാർഗമാണ്. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രാണവായു ശിവശക്തിയുടെ പരമധാമമാണ്. സുതാര്യമായ മനസ്സോടെ ലയിക്കുന്നവൻ സിദ്ധനാകുന്നു. ആ വ്യക്തി ശിവഭഗവാൻ തന്നെയാണെന്ന് പറയാം. സിദ്ധ വാൽമീകർ നൽകിയ ആത്മജ്ഞാന അമൃതങ്ങൾ അനന്തമാണ്. നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.